ഇന്നലെ ഒരു ദുസ്വപ്നം കൂടെ ഞെട്ടിപ്പോയടാ. എന്താ ദുസ്വപ്നം? നമ്മ രണ്ടുപേരും പണിക്കോണ്. പിന്നെ ഞാനെന്താ സ്വപ്നത്തിൽ? പിന്നെ ഞാനില്ലാട്ടാ. മേലെ ഞങ്ങൾ ഒരു സ്വപ്നത്തിലും ഞാനില്ല. ഞാനുമില്ല. 20 ബോണ്ട, 60 ചായ, 20 പരിപ്പോട, 20 പഴംപൊരി. സാധനം റെഡിയാക്കി വെക്കൂ. കാശ് കണക്കൂട്ടി പറഞ്ഞാൽ ഇപ്പൊ തന്നെ കാം. ഇത്രയും കണക്കൂട്ടിലും ഭേദം കട പൂട്ടുന്നു. കടക്കാരാ എന്തിനാണ് തീ അടക്കുന്നത്? ഒറ്റൊന്നത്തിന് കേരളത്തിൽ അടുപ്പിക്കില്ല. ചേട്ടാ കണക്ക് തെറ്റിന് കാലിച്ചടം. ചേട്ടാ ചേട്ടാ ഇയാളൊരു നിർഗുണ പരബ്രഹ്മൻ തന്നെ. വീട്ടിൽ കൂഷ്മാണ്ഡങ്ങൾ ബംഗാളികൾക്ക് കൊടുക്കൂലെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൻ ബംഗാളിയല്ലേ, മലങ്കാളിയാണ്. ഇവിടെ നമ്മള് മലയാളികളായിട്ട് ജനിച്ചത് എന്ത് ഭാഗ്യമുള്ളേ. എന്താണ് വല്ല ബംഗാളിയായിട്ട് ജനിച്ചെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി പണിയെടുത്ത് നമ്മുടെ നടുവൊടിഞ്ഞേനെ. അയ്യോ ശരിക്കും ഉണ്ടല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി റോബോട്ട് ഉണ്ടെങ്കിൽ എന്ത് സൂപ്പർ ആയിരുന്നല്ലേ. പിന്നെ നമുക്കൊന്നും ചെയ്യണ്ടല്ല. അത് ശരിയാവൂല. റോബോട്ടിന് സ്വിച്ച് ഉണ്ടാവും, അത് ഓഫ് ഓണും ചെയ്യണ്ടേ. അതാരും ഞാൻ ചെയ്യുന്നില്ല. ഞാനും ചെയ്യൂല. വേറെ എന്ത് ചെയ്യാൻ പറ്റൂടാ നമുക്ക്? ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേലും വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ ഒരു രക്ഷയില്ലടാ. ആ കൊച്ചിനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമുള്ള. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. നമുക്ക് ആ SI ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കാനുള്ളതൊക്കെ ഞാൻ വിളിച്ചാണ്. ഒരു വിവരമില്ല. എന്തേലും വിവരം കിട്ടി അവരെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. എന്നാലും എന്റെ കൊച്ചെ, നീ ഇതെവിടെയാണ്? ഞങ്ങൾ ലല്ലുനെ വെറുതെ കഷ്ടപ്പെടുത്താൻ ഇങ്ങോട്ട് വന്നൂടെ? മറ്റേ കൊച്ചിലുള്ളത് ഏത്? എന്താ ഉളിഞ്ഞോക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഉളിഞ്ഞോക്കരുത് പോത്തെ. ഇയാളെന്തിനാ ചൂടാണത്? ഇതിനെ കാണുമാനില്ലെന്നാ കഴിഞ്ഞ ദിവസം കൂടി അങ്ങ് കണ്ടാണല്ലോ. ഇന്നലെ നിങ്ങളെ കണ്ടു ഈ കൊച്ചനാണ് എവിടെ? 2.0 പോരട്ടാ. ഇങ്ങനെ പോയ രചന രക്ഷപ്പെടുന്ന എനിക്ക് വന്നല്ല. 500 തോക്കൊക്കെ എടുത്ത ഒരാൾ വെടി വെക്കണേ. മനുഷ്യനോട് ഒരു തോട്ടി വെക്കാൻ പറ്റണം. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് സിനിമക്കൊന്നും പോകണ്ടെന്ന്. വെറുതെ ഇരിക്കേണ്ട 3 മണിക്കൂർ വേസ്റ്റ് ആയി. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്ന? ഏയ് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചെറിയ മുട്ടല്ലേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ 3-4 ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിനടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ അന്വേഷിച്ച ആളെ കിട്ടും. ഈ ലോകത്ത് ഒരു കാര്യവും വേസ്റ്റ് അല്ല. നിങ്ങൾ രണ്ടൊരു മുത്താണ്, മുത്ത്. സിസ്റ്റർ, ഈ ദിയ ഫ്രാൻസിന്റെ പേരിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഇവിടെ ഇല്ല. ശരി. എന്താടാ? ഇല്ല. വാടാ, എന്തായി? നോക്കേ ഫാത്തിമേള് നോക്കാം. വാ. അതെ, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ലെന്നേ. ഉണ്ടെങ്കിൽ വീട്ടുകാരിൽ ആദ്യം അറിയാൻ പോണ. പിന്നെ അവർ കാണുമല്ലോ മഞ്ഞ് പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കും. അല്ല, ചിലപ്പോ ഈ കുട്ടിക്ക് ബോധം വന്നിട്ടില്ലെങ്കിലാ. അപ്പൊ വീട്ടുകാരറിയൂല്ല. അത് ശരിയാ. അതെ, ദേ വിളിക്കണം. 20-ാം തീയതി അഡ്മിറ്റ് ചെയ്ത ആ കുട്ടി 3rd ഫ്ലോറിൽ 333-ലുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ആവും. അങ്ങനെ അവന്റെ പെണ്ണിനെ ആദ്യമായിട്ട് കാണാൻ പോവാ. ആരാ? എന്തേ
ലല്ലു എവിടെ? എന്തു പറ്റി? ആദ്യമായിട്ട് അവന്റെ പെണ്ണിനെ കാണേടാ. ഇത്രയും നാള് കാത്തിരുന്നിട്ട് ഞാൻ വന്നപ്പോഴേക്കും താൻ പോയി കളഞ്ഞു. പുതിയ ഷർട്ടാ. അവൾക്ക് ഈ മുഷിഞ്ഞ ഷർട്ട് ഇടുന്നത് ഇഷ്ടമല്ല, ചീത്ത പറയും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? വാ, കിടക്കണമെന്നില്ല, വന്ന് കാണ. നീ ഇതെവിടെയായിരുന്നു? സ്വർണ്ണ പാദസര ഇടാൻ കൊതിച്ചു നുള്ളിപ്പറക്കി വാങ്ങിയത്. അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഊരി തന്നു. ഇതിട്ടിട്ട് പോയാ മതി, ഇതിട്ടിട്ട് പോയാ മതി എന്റെ കൊച്ചു, ഇതിട്ടിട്ട് പോയാ മതി. അവളോട് മിണ്ടാൻ പോലും പറ്റില്ല. ഒരു പാഞ്ചിക്കോട്ടെ എന്ത് ചെയ്യാനാടാ? വിട്ടുകളാ. അതങ്ങനെ വിട്ടുകളൊന്നും പറ്റില്ല ഏട്ടാ. ഇടാ, ആള് പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ആളെ പോയിട്ടുള്ളൂ, അവളോടുള്ള ഇഷ്ടം പോയിട്ടില്ലല്ലോ. നീ എന്ത് പ്രാന്തായി പറയണത്? ചാൻസ് ചേച്ചി മരിച്ചിട്ട് 10-12 കൊല്ലമായില്ലേ? ഇപ്പോഴും ചേച്ചി പാചകത്തിനുള്ളിലില്ലേ? ഇല്ലേ? അതുപോലെ അവൾ എൻ്റെ ഉള്ളിലിട്ടു. ആ ഇഷ്ടൻ്റെ അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ലല്ലു, ഏതോ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയതാവും. റോഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഉരുണ്ടുപോയായിരുന്നു, അതുകൊണ്ടാരും കാണാതിരുന്നത്. മോർച്ചറിയിൽ നിന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞത്. ഇടിച്ച വണ്ടിയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സാർ അന്വേഷിച്ച ആ വണ്ടി ഒരിക്കലും കിട്ടാൻ പോണില്ല സാർ. എന്ത്? സാറ് ഡേവിസിൻ്റെ കൊച്ചാപ്പനല്ലേ?